അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. MDRD മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നഫീസത്തുൽ മിസ്രിയ, പേര് പോലെ തന്നെ മിസ്രിലെ അമൂല്യരത്നങ്ങളിലൊന്നായിരുന്നു നഫീസത്തുൽ മിസ്രിയ. പാണ്ഡിത്യം കൊണ്ടും ദൈവാനുരാഗം കൊണ്ടും ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഔന്നിത്യങ്ങൾ താണ്ടിയ മഹാപ്രതിഭ. പെൺചിന്തകളുടെ ഇടനാഴികളിൽ തസവുഫിനെ സജീവമാക്കിയ സൂഫി വനിത. ഇങ്ങനെ നഫീസത്തുൽ മിസ്രിയയെ ചരിത്രത്തിൽ നിസ്തുലമാക്കുന്ന ഘടകങ്ങൾ അനവധിയാണ്. ലോക സ്ത്രീ സഞ്ചയത്തിന് മാതൃകയാകും വിധം ചരിത്രത്തിലൂടെ ഒറ്റയാനായി കടന്നുപോയ വിശുദ്ധ മഹിളരത്നമായിരുന്നു മഹദി. സ്ത്രീകൾക്ക് മാത്രമല്ല, ലോകത്തെ സർവ്വജനങ്ങൾക്കും മാതൃകയായി അവർ നിലകൊണ്ടു. പ്രവാചക കുടുംബത്തിലായിരുന്നു നഫീസത്തുൽ മിസ്രിയയുടെ ജനനം. പ്രവാചകരുടെ പേരക്കിടാവ് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു മഹദിയുടെ ഉപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ മകൻ ഹസനുൽ അൻവർ പിതാവും മക്കയിലെ അറിയപ്പെട്ട പണ്ഡിതനും ജ്ഞാനിയുമായിരുന്നു. ഹസനുൽ അൻവർ റളിയല്ലാഹു അൻഹുവിന് 10 ആൺകുഞ്ഞുങ്ങളാണുണ്ടായിരുന്നത്. അദ്ദേഹം തനിക്കൊരു പെൺകുഞ്ഞ് പിറന്നിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഹിജ്റ വർഷം 145 റബീഉൽ അവ്വൽ 12 ലോകമൊന്നടങ്കം പ്രവാചകരുടെ ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിനൊരു പെൺകുഞ്ഞ് പിറക്കുന്നത്. പണ്ഡിതയും ഭക്തയുമായ തൻ്റെ അമ്മായിയെ അനുസ്മരിച്ചുകൊണ്ട് അവർ ആ കുഞ്ഞിന് നഫീസ എന്ന് നാമകരണം നടത്തുകയും ചെയ്തു. 5 വയസ്സുവരെ മക്കയിലായിരുന്നു മഹദിയുടെ ജീവിതം. പിതാവ് മദീനയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ കുടുംബസമേതം അങ്ങോട്ട് താമസം മാറുകയായിരുന്നു. പിന്നീട് നീണ്ട വർഷങ്ങൾ അവിടെയായിരുന്നു. മദീന മഹദിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. ഇസ്ലാമികമായ വ്യക്തിത്വം രൂപീകരിക്കുന്നതിലും ശീലങ്ങൾ വളർത്തുന്നതിലും അവരെ നല്ലപോലെ സഹായിച്ചു. ധാരാളം പണ്ഡിതന്മാരുമായും ജ്ഞാനികളുമായും ആത്മീയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു. കൂടാതെ ആയിഷ ബീവിയുടെ റൂമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകരുടെ അടുത്തു പോവുകയും തൻ്റെ ഇൽമിനെ അധികരിപ്പിക്കുകയും ചെയ്തു. അന്ന് മസ്ജിദ് നബവി അറിവിൻ്റെ വിളനിലമായിരുന്നു. ദർസുകളും പഠന ക്ലാസുകളും അവിടെ സജീവമായിരുന്നു. വിഖ്യാതരായ പണ്ഡിതരാണ് ക്ലാസുകൾ നടത്തിയിരുന്നത്. ഒഴിവു സമയങ്ങളിൽ പിതാവിനോടൊപ്പം അവരും ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തുമായിരുന്നു. 8 വയസ്സായപ്പോഴേക്കും മഹദി ഖുർആൻ ഹൃദ്യസ്ഥമാക്കി. ഹദീസിൽ നിന്നും ധാരാളം ഭാഗങ്ങൾ പഠിച്ചു. സൂഫികളുടെയും സൽവൃത്തരുടെയും ചരിത്രങ്ങൾ പഠിച്ചു. അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും കൈവരിക്കാനുള്ള കഴിവുകൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് ശീലിക്കുകയും ചെയ്തു. പ്രാർത്ഥനയായിരുന്നു ചെറുപ്രായം മുതലേ മഹദിയുടെ വലിയൊരു ആയുധം. തന്നെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഒരാളാക്കി ഉയർത്തണമെന്ന് അവർ നിരന്തരം പ്രാർത്ഥിച്ചു. മദീനയിലെ ഈ ജീവിതമായിരുന്നു മഹദിയുടെ ജീവിതത്തിലെ ആധ്യാത്മികതയുടെ വളർച്ചാഘട്ടം. 16-ാമത്തെ വയസ്സിൽ ഹിജ്റ വർഷം 161 റജബ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ച പ്രവാചക കുടുംബാംഗവും പണ്ഡിതനുമായ ഇസ്ഹാഖുമായി മഹദി വിവാഹിതരായി. ശേഷം ഇരുവരും മക്കയിലേക്ക് തിരിച്ചു. പിന്നീട് അവിടെയായിരുന്നു അവരുടെ ജീവിതം. തൻ്റെ പുണ്യപ്രവാചകരുടെ റൗളയോട് വിട പറയുന്നതിൽ വിഷമമുണ്ടായിരുന്നുവെങ്കിലും ആ മനസ്സ് എപ്പോഴും അവിടെ യാത്ര നടത്തുമായിരുന്നു. ഇസ്ഹാഖുമൊത്തുള്ള ദാമ്പത്യ ജീവിതം എല്ലാ അർത്ഥത്തിലും സന്തോഷകരവും വിജയകരവുമായിരുന്നു. ഈ ബന്ധത്തിൽ 2 കുഞ്ഞുങ്ങൾ പിറന്നു. ഒരു ആണും ഒരു പെണ്ണും, ഖാസിമും ഉമ്മു കുൽസുവും. നഫീസ ഭർത്താവുമൊത്ത് സന്തോഷപൂർവ്വം മക്കയിൽ ജീവിച്ചു. ആത്മീയതയുടെ വഴിധാര ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കഴിഞ്ഞെത്തിയ നഫീസ ബീവിക്ക് ഇനി ഒരേയൊരു ആഗ്രഹം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കാലങ്ങളായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ മുനിഞ്ഞു കത്തിക്കൊണ്ടിരുന്ന അതേ ആഗ്രഹം. നാളുകളായി താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അതേ മാർഗത്തിൽ തന്നെയായിരുന്നു ഇത്. വൈജ്ഞാനിക ലോകത്തെ പ്രശോഭിക്കുന്ന ഒരു താരകമായി മാറണം. അതിൻ്റെ പ്രകാശം ലോകമൊന്നടങ്കം പരക്കണം. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഒരാളായി മാറുകയും അവൻ്റെ ഔലിയാക്കളുടെ സ്ഥാനത്തേക്ക് വളർന്നു വരികയും വേണം. അങ്ങനെ ആധ്യാത്മിക ലോകത്ത് അള്ളാഹുവിനെ സ്നേഹഭാജനമായി തിരഞ്ഞെടുത്ത് അവനെ പ്രണയിച്ച് ജീവിക്കണം. അവസാനം ഒരു കാമുകനെ തേടിയുള്ള ആനന്ദയാത്ര പോലെ സർവ്വതും വെടിഞ്ഞ് പുഞ്ചിരി തൂകിക്കൊണ്ട് അവനിലേക്ക് യാത്രയാവണം. കൊച്ചുകാലം മുതൽ തന്നെ മഹദി ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ജീവിതത്തിലുടനീളം അതിനുള്ള സാഹചര്യവും അന്തരീക്ഷവും ഒത്തുവരികയും ചെയ്തു. പണ്ഡിതന്മാരുടെയും ജ്ഞാനികളുടെയും അരുചേർന്നുകൊണ്ടാണ് ചെറുപ്പകാലം മുതൽ തന്നെ മഹദി വളർന്നത്.
മസ്ജിദുൽ ഹറമിലെയും മസ്ജിദുൻ നബവിയിലെയും ജ്ഞാന സദസ്സുകൾ അവർക്ക് അറിവിൻ്റെ ഭാണ്ഡാരങ്ങൾ തുറന്നുകൊടുത്തു. പണ്ഡിതന്മാരുമായുള്ള നിരന്തര ബന്ധവും ഉപകാരം ചെയ്തു. ഖുർആനും ഹദീസ് ഗ്രന്ഥമായ മുതവ്വയും കാണാതെ പഠിച്ചുകൊണ്ടായിരുന്നു മഹദിയുടെ ഈ മേഖലയിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആരംഭം. പിന്നീട് അതിൻ്റെ ചൂടും ചൂരും ചോർന്നു പോകാതെയായിരുന്നു ഓരോ യാത്രയും. കൊച്ചുകാലം മുതൽ ആരാധന കാര്യങ്ങളിൽ ബദ്ധശ്രദ്ധയായിരുന്നു. ഒരു കുട്ടിയെന്ന നിലക്ക് മസ്ജിദുൻ നബവിയിൽ പോയിക്കൊണ്ടാണ് അന്ന് നിസ്കരിച്ചിരുന്നത്. വളർന്നു വരുന്നതനുസരിച്ച് ആരാധനമുറകൾ കൂടുതൽ ചിട്ടയിലായി. അതിനായി പ്രത്യേക സമയം കണ്ടെത്തുകയും മുറ തെറ്റാതെ നിർവഹിക്കുകയും ചെയ്തു. പ്രവാചകരുടെ ആത്മീയ നോട്ടം മഹദിക്ക് സദാ ഉണ്ടായിരുന്നു. നിരന്തരം റൗള ഷരീഫ് സന്ദർശിച്ചുകൊണ്ടാണ് മഹദി തന്റെ ആത്മീയദാഹം തീർത്തിരുന്നത്. ഏകാന്തതയും പരിത്യാഗവും മഹദി ജീവിതത്തിന്റെ ഭാഗമാക്കിയ 2 ഗുണങ്ങളായിരുന്നു. ഒറ്റക്കിരുന്ന് ദൈവസ്മരണയിൽ മുഴുകാൻ മഹദി കൊതിച്ചിരുന്നു. ജീവിതം ഭൗതിക ആഡംബരങ്ങൾ കൊണ്ട് മോടിപ്പിടിക്കുന്നതിന് പകരം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് എളിയ ജീവിതം നയിക്കാനാണ് മഹദി ശ്രമിച്ചത്. കുടുംബജീവിതത്തോടൊപ്പവും തന്റെ ആത്മീയദാഹം ക്ഷമിക്കാതെ കൊണ്ടുപോവാൻ മഹദിക്ക് കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവുക കൂടി ചെയ്തതോടെ ജീവിതത്തിന്റെ പ്രത്യക്ഷ ഭൗതിക ധർമ്മങ്ങൾ കഴിഞ്ഞ് പൂർണ്ണമായും ആത്മീയ ലോകത്തേക്ക് നീങ്ങുകയായിരുന്നു. ജീവിതത്തിലുടനീളം മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് മഹദി കൈകാര്യം ചെയ്തിരുന്നത്. ആരെയും വേദനിപ്പിക്കുകയോ ആരുടെയും അവകാശങ്ങളിൽ വീഴ്ച വരുത്തുകയോ ചെയ്തിട്ടില്ല. സംസാരം പ്രത്യേകം ശ്രദ്ധിച്ചും നാവിനെ സൂക്ഷിച്ചും കൂട്ടുകാരികളോടും അയൽവാസികളോടും നല്ലത് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. ചീത്തയിൽ നിന്ന് അകന്നു നിന്ന് നല്ലതിനു മാത്രം കൂട്ടുകൂടുകയും നല്ല നിലയിൽ മാത്രം സഹവസിക്കുകയും ചെയ്തു. മാതൃകായോഗ്യമായ ചുവടുകളായിരുന്നു മഹദിയുടെ ഓരോ ചലനങ്ങളും. പകൽ മുഴുവൻ നോമ്പനുഷ്ഠിച്ചും രാത്രി മുഴുവൻ സുന്നത്ത് നമസ്കരിച്ചുമായിരുന്നു മഹദിയുടെ ദിനരാത്രങ്ങൾ. പിന്നെ നിരന്തരമായ ഖുർആൻ പാരായണവും ദിക്റുകളും. ഇവക്കെല്ലാം മൂർച്ച കൂട്ടാനായി ഇടയ്ക്കിടെ റൗള ഷരീഫ് സന്ദർശനവും. ഇതെല്ലാമായിരുന്നു മഹദിയുടെ നിത്യജീവിതത്തിന് ആത്മീയ സൗന്ദര്യം പകർന്നിരുന്നത്. ഒഴിഞ്ഞിരിക്കുമ്പോഴും ആ ഹൃദയം മഹാന്മാരുടെ മസാറുകളിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. പിന്നീട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ മസാർ സന്ദർശിച്ച മഹദി ശേഷം മദീനയിലേക്ക് മടങ്ങുകയായിരുന്നു. പിന്നീടുള്ള 30 വർഷങ്ങൾ മദീനയിലായിരുന്നു മഹദിയുടെ ജീവിതം. കൈലാസങ്ങൾ തണ്ടി ആത്മീയതയുടെ ഇഷ്കിൽ ലയിച്ച് മഹദി അവിടെ കഴിഞ്ഞു. ഈ കാലയളവിൽ 30 തവണ ഹജ്ജ് നിർവഹിച്ചു. 30ഉം കാൽനടയായിട്ടാണ് ചെയ്തിരുന്നത്. പലരും മഹദിക്ക് വാഹനങ്ങൾ വെച്ച് നീട്ടി. പക്ഷേ മഹദി അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്റെ ഉപ്പാപ്പ ഹസൻ റളിയല്ലാഹു അൻഹു വാഹനങ്ങൾ ഉണ്ടായിട്ടും കാൽനടയായിട്ടാണ് ഹജ്ജ് നിർവഹിച്ചിരുന്നത് എന്നതായിരുന്നു മഹദിയുടെ പ്രതികരണം. തന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് നഫീസ ബീവി ഈജിപ്തിലെത്തുന്നത്. അന്ന് മഹദിക്ക് പ്രായം 48നോടടുത്ത കാലം. അപ്പോഴേക്കും മഹദിയുടെ ആരോഗ്യം നന്നേ ക്ഷയിച്ചിരുന്നു. നിരന്തരമായ ആരാധനകളും പരിത്യാഗങ്ങളും മഹദിയെ തന്നെ ആകെ മാറ്റിമറിച്ചു. പിന്നീട് അവസാന കാലം വരെ അവിടെ തന്നെയായിരുന്നു താമസം. പിന്നീട് വഫാത്താകുന്നതുവരെ 15 വർഷങ്ങൾ അവിടെയായിരുന്നു മഹദിയുടെ ജീവിതം. നഫീസ ബീവി കടന്നു വന്നതോടെ ഈജിപ്ത് ലോകത്തിന്റെ തന്നെ ശ്രദ്ധേയ കേന്ദ്രമായി. വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ മഹദിയെ തേടി വന്നു. നിരന്തരമായ ജനപ്രവാഹം. മുസ്ലിങ്ങളുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി ഈജിപ്തിനെ മഹദി ഉയർത്തുകയും ചെയ്തു. ഇതോടെ അനവധി പണ്ഡിതന്മാർ മഹദിയുടെ ശിഷ്യത്വം തേടി അവിടെയെത്തി. വിശ്വപ്രസിദ്ധ പണ്ഡിതനും ഷാഫി മദ്ഹബിന്റെ ആചാര്യനും കർമ്മശാസ്ത്രത്തിലെ അനവധി പ്രഗത്ഭ രചനകളുടെ കർത്താവുമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇതിൽ ഒരാളായിരുന്നു. നഫീസ ബീവി ഈജിപ്തിലെത്തി 5 വർഷത്തിനു ശേഷമാണ് മഹാൻ ഈജിപ്തിലെത്തുന്നത്. അദ്ദേഹം ജീവിതത്തിന്റെ അവസാന കാലം ഈജിപ്തിലേക്ക് കടന്നുവരാൻ സുപ്രധാന കാരണം നഫീസ ബീവിയുടെ വരവാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഈജിപ്തിൽ ജനിക്കുകയും വിശ്വപ്രസിദ്ധനായി മാറുകയും ചെയ്ത ദുനൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹയാണ് ബീവിയുമായി ബന്ധം സ്ഥാപിച്ച മറ്റൊരു പ്രമുഖൻ. ഒരു നാടിന്റെ എല്ലാമെല്ലാമായി മഹദി തന്റെ മരണം വരെ ഈജിപ്തിൽ തന്നെ കഴിഞ്ഞുകൂടി. അവസാനം അവിടെ തന്നെ വഫാത്താവുകയും ചെയ്തു. നേരത്തെ തന്നെ അവർ തയ്യാറാക്കി വെച്ച ഖബറിലാണ് അവരെ മറമാടിയിരുന്നത് എന്നും ലോകവനിതകൾക്ക് ഒരു മാതൃകയായിരുന്നു മഹദി എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ചെറിയ ചരിത്ര സംഭവം നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.